എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥമധ്യായം 78 ശ്ലോകം 21 മുതൽ 29 വരെ 9 ശ്ലോകങ്ങൾ. നൈമിശാരണത്തിലെത്തിയ ബലരാമസ്വാമിയെ ഋഷിമാരെല്ലാവരും വേണ്ട പോലെ സ്വീകരിച്ച് സൽക്കരിച്ച് ഇരുത്തി. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്ലോകം 21. തമാഗതമഭിപ്രേത്യ മുനയോ ദീർഘസത്രിണ അഭിനന്ദ്യയഥാന്യായം പ്രണമ്യോത്ഥായ ച അർച്ചയൻ. ആ നൈമിശാരണ്യത്തില് ദീർഘസത്രം ആരംഭിച്ചിരിക്കുന്ന ഋഷിമാര് വരുന്ന ആള് ബലരാമനാണ് എന്നറിഞ്ഞ ഉടനെ വേഗം എതിരേറ്റ് കൂട്ടിക്കൊണ്ടുവന്നു. ആ വയസ്സ് ക്രമമൊക്കെ അനുസരിച്ച് എല്ലാവരും നമസ്കരിച്ചു ഭഗവാന്. അങ്ങനെ എല്ലാവരും എഴുന്നേറ്റ് വിധിപ്രകാരം ഉപചാരങ്ങളൊക്കെ നൽകി സൽക്കരിച്ച് ഇരുത്തി. സോർച്ചിത സപരീവാര കൃതാസന പരിഗ്രഹ രോമഹർഷണമാസീനം മഹർഷേ ശിഷ്യമൈക്ഷത. ബലരാമനെയും കൂടെ വന്ന ബ്രാഹ്മണരെയും ഒക്കെ വേണ്ട പോലെ ഉപചാരങ്ങളൊക്കെ ചെയ്ത് ദർഭാസനങ്ങൾ കൊടുത്ത് ഇരുത്തി. അങ്ങനെ സമുചിതമായ ആസനത്തിലിരിക്കുന്ന ബലരാമൻ സഭാമധ്യത്തിൽ ഇരിക്കുന്ന വ്യാസശിഷ്യനായ രോമഹർഷണനെ പ്രത്യേകം സൂക്ഷിച്ചു നോക്കി. അപ്രത്യുത്ഥായിനം സൂതം അകൃത പ്രഹ്വണാഞ്ജലിം അധ്യാസീനം ച താൻ വിപ്രാൻ ചുഗോപോദീക്ഷ്യ മാധവ. അഭ്യാഗതനെ കണ്ടാൽ സദസ്യര് ചെയ്യേണ്ട മര്യാദയെ അതിക്രമിച്ചും പ്രത്യുത്ഥാനം, നമസ്കാരം, അഞ്ജലിബന്ധം എന്നിവയൊന്നും ചെയ്യാതെയും സദസ്സില് ബ്രാഹ്മണൻ ഇരിക്കുന്ന സ്ഥാനത്തിൽ വെച്ചും ഉയർന്ന സ്ഥാനത്തിലിരിക്കുകയും ചെയ്യുന്ന സൂതനെ സൂക്ഷിച്ചു നോക്കി. ബലരാമന് ദേഷ്യം വന്നു സൂതനെ എണീക്കാത്തതിന്. യസ്മാദ് അസാവിമാൻ വിപ്രാൻ അധ്യാസ്തേ പ്രതിലോമജ ധർമ്മപാലാൻസ്തഥൈവാസ്മാൻ വധമർഹതി ദുർമതി. ഇവൻ ജന്മനാ ബ്രാഹ്മണനേക്കാൾ താണവനാണ്, പ്രതിലോമജനുമാണ്. ഈ ബ്രാഹ്മണരാകട്ടെ ധർമ്മകർമ്മങ്ങൾ സംരക്ഷിക്കുന്നവര്, അതുപോലെ തന്നെ ഞാനും ലോകമര്യാദ സംരക്ഷിക്കുന്നവൻ. ഇങ്ങനെ എല്ലാം കൊണ്ടും മാന്യന്മാരായിരിക്കുന്ന ഞങ്ങളെ ബഹുമാനിക്കാതെ ഉന്നത സ്ഥാനത്തിലിരിക്കുന്ന ഇവൻ വധിക്കപ്പെടാൻ യോഗ്യനാണ്. സദാചാരത്തെ തെറ്റി നടക്കുന്നവനെ ഹിംസിക്കുന്നത് കൊണ്ട് ലോകാചാരം സംരക്ഷിക്കപ്പെടും. ഇവൻ അറിവില്ലാതെ ചെയ്യണതല്ല, അഹങ്കാരം കൊണ്ട് ചെയ്യുന്നതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ദുർമതി എന്ന പ്രയോഗം. ഋഷേർ ഭഗവതോ ഭൂത്വാ ശിഷ്യോധീത്യ ബഹൂനി ച സേതിഹാസ പുരാണാനി ധർമ്മശാസ്ത്രാണി സർവശ. അറിവില്ലാത്തവനല്ല ഈ സൂതൻ. സർവജ്ഞനായി ഭഗവാനായിരിക്കുന്ന വ്യാസമഹർഷിയുടെ ശിഷ്യനാണ്. എന്നിട്ട് ഇതാ ഇതിഹാസ പുരാണങ്ങളും ബഹുവിധ ധർമ്മശാസ്ത്രങ്ങളും അദ്ദേഹത്തിൽ നിന്നൊക്കെ പഠിച്ച് വന്നിരിക്കുക. അങ്ങനെയുള്ളവന് ബ്രാഹ്മണരെയും അഭ്യാഗതരെയും ബഹുമാനിക്കണമെന്ന് അറിയാതിരിക്കാൻ ഒരു വഴിയില്ല. ദുഷ്ടബുദ്ധി ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്. അതുകൊണ്ട് വധാർഹൻ എന്ന് പറഞ്ഞ് വധിക്കാൻ പുറപ്പെടുകയാണ്. അദാന്തസ്യ വിനീതസ്യ വൃഥാ പണ്ഡിതമാനിന ന ഗുണായ ഭവന്തി സ്മ നടസ്യേവാചിതാത്മന. ഇതിഹാസ പുരാണഹിതങ്ങളായ ധർമ്മശാസ്ത്രങ്ങൾ പഠിച്ചവൻ ഇങ്ങനെ നീതികേടായ പ്രവൃത്തി ചെയ്യോ എന്നൊന്നും വിചാരിക്കണ്ട. ഇന്ദ്രിയങ്ങളെ അടക്കാതെ വൃഥാ പണ്ഡിതൻ എന്ന് അഭിമാനിക്കുന്ന മനോജയമില്ലാത്തവന് ഈ ധർമ്മശാസ്ത്രാദികള് ഒന്നും ഗുണത്തിനായിട്ട് ഭവിക്കില്ല. ഓരോ വിധം വേഷം കെട്ടി ഞെളിഞ്ഞ് ഞാൻ കേമൻ എന്ന് നടിച്ച് ഒരു കളിക്കാരൻ എന്ന് മാത്രമല്ലാതെ ഫലം അനുഭവിക്കുന്നവനല്ല. ഏതദർത്ഥേഹി ലോകേസ്മിൻ അവതാരോ മയാ കൃത വധ്യാമേ ധർമ്മധ്വജിന തേഹി പാതകിനോധിക. ലോകമര്യാദ അതിക്രമിച്ച് നടക്കുന്നവർ അങ്ങനെ നടക്കട്ടെ, നിനക്കെന്താ ചെയ്തെന്ന് ചോദിക്കുകയാണ്. എന്തിനാ ഇങ്ങനെ ക്രോധിക്കണേ എന്നാരും വിചാരിക്കണ്ട എന്ന് വെച്ചിട്ട് പറയാണ്. ലോകമര്യാദ നിലനിർത്താൻ വേണ്ടിയിട്ടാ ഞാൻ ഈ ലോകത്തിലെ ശരീരം ധരിച്ച് സഞ്ചരിക്കണത്. ധർമ്മിഷ്ഠർ എന്ന വേഷം എടുത്തുകൊണ്ട് വാസ്തവത്തില് അധർമ്മം പ്രവർത്തിക്കുന്നവര്, അങ്ങനെയുള്ളവരെ ഞാൻ വധിക്കും. എന്തുകൊണ്ടെന്നാൽ ഇവർ വഞ്ചിക്കുന്നവരാകയാൽ അവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യണം.
ഏതാവതുക്ത്വാ ഭഗവാൻ നിവൃത്തോ സദ്വധാതവി ഭാവിത്വാൽ തം കുശാഗ്രേണ കരസ്ഥേന അഹനൽ പ്രഭു. ഭഗവാൻ ബലരാമൻ സർവജ്ഞനും ഐശ്വര്യാദി പരിപൂർണനുമാണ്. അതുകൊണ്ട് ഇങ്ങനെ ശരിക്കും ക്ഷോഭിക്കാൻ പാടില്ലാത്തതാണ്. വിശേഷിച്ച് ഇപ്പോ തീർത്ഥയാത്രയിലാണ് ഇരിക്കുന്നത് അല്ലെ, തീർത്ഥയാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഈ വധം പോലെയുള്ള ക്രൂരകർമ്മങ്ങള് ഒന്നും ചെയ്യാൻ പാടില്ല. സൂതനോ ശരിക്കും നിർദോഷിയാണ്, സൂതൻ നിരപരാധിയാണെന്ന് ശരിക്കും അറിയേണ്ടതാണ് അദ്ദേഹം. അങ്ങനെ ഇരിക്കെ ഈ വിധം പറഞ്ഞ ഉടനെ ചെയ്യാൻ പാടില്ലാത്തതാണ് ബലരാമസ്വാമി. പക്ഷെ പറഞ്ഞ ഉടനെ തന്നെ കയ്യിൽ പിടിച്ചിട്ടുള്ള ദർഭയുടെ ആഗ്രഹം കൊണ്ട് സൂതനെ ഹനിച്ചു. ഈ ദർഭാഗ്രഹം കൊണ്ട് എങ്ങനെയാ ഒരാളെ വധിക്കുക എന്നൊന്നും വിചാരിക്കണ്ട. അദ്ദേഹം ഈശ്വരനല്ലേ, പ്രഭുവിന് സാധിക്കാത്തത് എന്താ ഉള്ളത്? അതിമാനുഷ പ്രഭാവനായ ഭഗവാൻ ഇത്ര സാഹസം എങ്ങനെ ചെയ്തു എന്നും അത്ഭുതം. നമ്മൾ അത്ഭുതപ്പെടണ്ട. എന്താന്ന് വെച്ചാൽ നടക്കാനുള്ളത് കാര്യം അത് സംഭവിക്കാനുള്ളതാണ് അവിടെ. അതുകൊണ്ടാണ് ഭവിതവ്യതാ ബലവതി എന്നുള്ള ന്യായം തന്നെ ഇവിടെ ശരണം. അതുകൊണ്ടാണ് ഇതിപ്പോ അവിടെ സംഭവിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയത്. ശരിക്കും സൂതൻ അവിടുന്ന് എണീക്കേണ്ട കാര്യമില്ല. ഒരു യജ്ഞം നടത്തുന്ന ആളാണ്. അങ്ങനെയുള്ള ആ ആസനത്തിൽ ഇരിക്കുന്ന ആൾ ആര് വന്നാലും അവിടുന്ന് എണീക്കാൻ പാടില്ല. അതാണ് അതിന്റെ നിയമം. അത് ഇദ്ദേഹത്തിന് അറിയാത്തതല്ല. സൂതനെ വധിച്ചത് കണ്ടപ്പോ എല്ലാവർക്കും വല്ലാത്ത വിഷമായി. ഭാഗേദിവാദിന സർവേ മുനയ ഖിന്നമാനസാഃ ഊജു സംകർഷണം ദേവം അധർമ്മസ്തേ കൃതപ്രഭു. പെട്ടെന്ന് ഇങ്ങനെ സൂതനെ വധിച്ചത് കണ്ടപ്പോ സകല മുനിമാരും വളരെ വ്യസനിച്ചു. ഒട്ടും വിചാരിക്കണില്ല അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നു. കഷ്ടം, അയ്യോ കഷ്ടം എന്ന് മുറയിട്ടുകൊണ്ട്, ഹേ പ്രഭു, അങ്ങയുടെ ഈ പ്രവൃത്തി ഏറ്റവും അധർമ്മമായി എന്ന് പറഞ്ഞ് എല്ലാവരും വളരെ ദുഃഖത്തോടു കൂടിയിരുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.